ഇതുപോലത്തെ ഡീപ്പ് റെഡ് കളർ പുഡിങ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാനൊരു വെറൈറ്റി നോക്കിയതാണ്. എനിക്ക് ഈ കളർ പുഡിങ്ങിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബീട്രൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടിയത്. പക്ഷേ ബീട്രൂട്ടിനെ കൊണ്ടാക്കിയാൽ ഫ്ലേവർ അത്രക്ക് ടേസ്റ്റ് കിട്ടുമോ അറിയാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ അനാറും കൂടി ആഡ് ചെയ്തു. അങ്ങനെ അനാറിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ വേർഷനാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ 2-3 ഗ്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 5 ഗ്രാം കറക്റ്റ് ചൈന ഗ്രാസ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അതും പിന്നെ അനാറും മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോഴേക്കും 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചൈന ഗ്രാസ് നന്നായിട്ട് ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ആ മിശ്രിതം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ചൈന ഗ്രാസ് മെൽട്ടാവുന്നവരെ ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് അരിച്ചെടുക്കുക. ഇത് 2 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ 5 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റുക വേണ്ടത്. 4 മണിക്കൂറിന് ഒരു സെറ്റാകാൻ വെച്ചാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്മൂത്ത് ഒരു ജെല്ലി ടൈപ്പ് പുഡിങ്ങാണ് ഇത്. ബീട്രൂട്ടിൻ്റെ ഹെൽത്തും ഉറുമാമ്പഴത്തിൻ്റെ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ്സും ചേർന്നിട്ട് ഒരു അടിപൊളി ഡെസേർട്ട്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും നല്ലൊരു കളർ കാണാനൊക്കെ നമുക്ക് പാർട്ടിയിലൊക്കെ വിളമ്പാൻ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി പുഡിംഗ് റെസിപ്പിയായത്.